ഹായ് ഹലോ. അപ്പൊ ഇന്നത്തോടു കൂടി മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ജപ്പാൻ ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യും. ഞാനിപ്പോ നേരെ ഇവിടുന്ന് കോബേന്ന് രണ്ടാമത്തെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ടോക്കിയോക്ക് പോവാണ്. ശാലിന് വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ നേരെ റിട്ടേൺ പോവായിരിക്കും. അപ്പൊ എന്തായാലും ഇനി ടോക്കിയോയിൽ പോയിട്ട് ഇന്നും നാളെ കൂടെ ടോക്കിയോയിൽ സ്റ്റേ ചെയ്യാം. എന്നിട്ട് ഇന്ന് വിസ കിട്ടിയില്ലെങ്കിൽ നാളെ ഞാൻ റിട്ടേൺ നാട്ടിലേക്ക് തന്നെ പോകും. അല്ലെ ശാലു ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുകയും ചെയ്യും. ഇനിയിപ്പോ അധികം പ്രദേശത്ത് കാര്യമില്ലാന്ന് തോന്നുന്നുണ്ട്, നാട്ടിൽ പോവായിരിക്കും നല്ലത്. ഇന്ന് നല്ല തണുപ്പും കാറ്റും ഉണ്ട് കേട്ടോ, ഇന്ന് കുറച്ച് അധികമാണെന്ന് തോന്നാം. ഏതായാലും ഞാൻ ടോക്കിയോക്ക് പോവാണ്. പെട്ടിയും കടക്കൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങി. പോകുന്നതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളും കാണാൻ പറ്റുകയാണെങ്കിൽ കാണും. ഇനിയിപ്പോ ഈ ഭാഗത്തേക്ക് വരലുണ്ടാവില്ലല്ലോ, ടോക്കിയോ കൂടെ കണ്ട് തിരിച്ചു പോവുമായിരുന്നു. ഇതിനിപ്പോ എന്റെ ലാസ്റ്റ് ട്രെയിൻ യാത്രയാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇതുകൂടെ ഒന്ന് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. ഇനിയിപ്പോ തിരിച്ചു പോവുകയാണെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഈ ട്രെയിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ടിക്കറ്റ് എടുക്കലും ഇത് കയറലും. പിന്നെ എങ്ങാനും റൂട്ട് മിസ്സാവോ എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു തവണ ഞാൻ അങ്ങനെ മിസ്സായി കയറുകയും ചെയ്തിട്ടോ. ഇപ്പൊ നിൽക്കുന്നതാണ് കോബിലെ ആനിമൽ കിങ്ഡം. ഞാൻ ഇതിവിടെ അടുത്ത് തന്നെ, ഞാൻ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് തന്നെയായിരുന്നു. പക്ഷെ അപ്പൊ തോന്നി ഇതൊന്നും പോയി കാണേണ്ട ആവശ്യമില്ല, വെറുതെ എന്തിനാ സമയം കളയണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടോ എനിക്ക് അവിടെ കയറി കാണാനൊന്നും ആഗ്രഹം തോന്നിയില്ല. കാരണം അത്രക്കൊന്നും ഉണ്ട് തോന്നിയില്ല. പൊതുവെ എനിക്ക് ഇങ്ങനെ സൂവിലൊന്നും പോകുന്നൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു ട്രിപ്പിന് ഇറങ്ങി തിരിക്കുമ്പോൾ അതൊക്കെ എല്ലായിടത്തും ഇല്ലതല്ലേ എന്നൊക്കെ ഒരു തോന്നലാണ്. പക്ഷെ ഒരു തവണ ഞാൻ ഇവിടുത്തെ സൂവിൽ പോയി കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഫ്ലെമിംഗോ അതുപോലെ തന്നെ പെൻകിനെയൊക്കെ കണ്ടത്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇവിടെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കാൻ വന്നതാണ്. പോയി കണ്ടു നോക്കാം, എന്താണ് അവസ്ഥ എന്ന് അറിയില്ല. കയറിയിട്ട് വരാം. അങ്ങനെ ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ. ഇതിന് ആനിമൽ കിങ്ഡം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നേ. ഞാൻ ടിക്കറ്റ് എടുത്ത് എൻട്രൻസിൽ തന്നെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് പൂച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും പോയാലും സ്റ്റാർട്ടിങ് അത്ര വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അങ്ങനെ പൂച്ചനെ കാണാനാണല്ലോ കഷ്ടപ്പെട്ട് ക്യൂ നിന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ അകത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ കയറുന്നതിന് മുന്നായിട്ട് അവരിങ്ങനെ ഇൻസ്ട്രക്ഷനൊക്കെ ആയിട്ട് വന്നോട്ടെ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കണ്ടിട്ട് ഒരു ഷീറ്റുമായിട്ട് വന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഒരു ജനറൽ ഇൻസ്ട്രക്ഷനായിട്ട് അയാൾ വന്നു കേട്ടോ. കൈ തൊടരുത്, മുഖത്ത് തൊടരുത്, പിന്നെ റെഡ് ബാൻഡ് ഇട്ട് ടൈ കെട്ടിയവരെയൊന്നും തൊടരുത്, അത് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടില്ലരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ. ഇതൊക്കെ ആക്ച്വലി ജാപ്പനീസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ മനസ്സിലായില്ല. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു നോട്ടീസും കൊണ്ട് തന്നായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. പിന്നെ ഇത് ഓരോന്ന് കുണുക്കി പോകുന്നുണ്ട് കേട്ടോ. കുറെ പട്ടികളും പൂച്ചകളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ഒന്നും ബ്രീഡ് മനസ്സിലായിണ്ടായില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കാണാൻ എനിക്ക് ക്യൂട്ടായി തോന്നിയുള്ളൂ. ക്യാറ്റ്സിനൊന്നും ഞാൻ അധികം അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് തോന്നൂല്ല. ടിറ്റങ്ങളെ കളിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ എല്ലാ പെറ്റ്സിനെയും പേടിയാണ്, തൊടാനും ഇതാക്കാനും ഒക്കെ. കോഴി ഇടയ്ക്ക് എനിക്ക് പേടിയുള്ള സംഭവമാണ്, പൂച്ചയും പേടിയാണ്. അടുത്തുനിന്നില്ല ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ദൂരേന്ന് നോക്കിക്കും, ഏറിപ്പോയി ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് തൊട്ട് നോക്കും. പക്ഷെ എനിക്ക് പേടിയാണ്. ഇറ്റങ്ങളൊക്കെ മേലേക്ക് എടുക്കുമെന്നില്ല പേടി എനിക്ക് നല്ലപോലെ ഉണ്ട്. എന്ത് ഭംഗി നോക്കി എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ. ഇങ്ങനെ അവര് ഹെയറൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വെക്കുമ്പോൾ നല്ല ഒതുക്കത്തോടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വന്നവരൊക്കെ ഇവര് തൊട്ടു നോക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് പേടിയായതുകൊണ്ട് മാത്രം ഞാൻ ആ ഭാഗത്ത് കൂടെ പോയില്ല. പിന്നെ ചിലരിങ്ങനെ ചില ടോയ്സ് ഒക്കെ കാണിച്ചിട്ട് ഇതിനൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിക്കാനും കോടെടുക്കാനും ഒക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ അവരൊക്കെ ചെയ്യുന്ന നോക്കി അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു, ആ ബെഞ്ചിൽ അങ്ങ് ഇരുന്ന് എന്നാ പിന്നെ കണ്ടിരിക്കാലോ ഇവരെ ക്യൂട്ട്നെസ് എന്ന് വിചാരിച്ചിട്ട്. എനിക്കാണെങ്കിൽ ഈ സമയത്തൊക്കെ എമി ബേബിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ. ഓനിങ്ങനെ ഓടുന്നേം വരുന്നൊക്കെ പോലെ പട്ടിയായാലും കുട്ടിയായാലും ഒക്കെ ഒരുപോലെ എനിക്ക് തോന്നിയിട്ട് പാവം തോന്നി. അപ്പൊ എമിമോനെ ഇങ്ങനെ വല്ലാതെ മിസ് ചെയ്തൊരു സമയമായിരുന്നു. അപ്പൊ എനിക്ക് ഇവരെങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഓനെ തന്നെ ഇങ്ങനെ മിസ് ചെയ്ത് തോന്നി. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവരിങ്ങനെ ഗ്രൂം ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് എല്ലാത്തിനെയും. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇതിന്റെ കുറച്ച് അപ്പുറത്തായിട്ടുണ്ടായിരുന്ന ക്യാറ്റ്സ്. പിന്നെ ഇതിന്റെ ഒന്നും ബ്രീഡ് എനിക്കറിയില്ല. മേ ബി പെറ്റ് ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം മനസ്സിലാവുമായിരിക്കും. എനിക്കിതൊന്നും അത്ര വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണാൻ ഭംഗി നോക്കി അങ്ങനെ നടന്നു എന്നല്ലാതെ ഇതിനെ പറ്റിയൊന്നും വലിയ ഡീറ്റെയിൽസ് അറിയില്ലല്ലോ. ഒക്കെ മയങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ ഉള്ളിൽ കുറെ മുയൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിറ്റങ്ങളെ ഫീഡ് ചെയ്യാനൊക്കെ എല്ലാവരും ഭയങ്കര ഉത്സാഹം കാണിച്ച് അതിന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ അതിനെ ഇങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ നടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ പെറ്റ്സിന് തൊടുക എന്ന് പറയുന്നത് എന്തോ ഒരു പോലെയാണ്.
അപ്പം ഞാൻ തൊടാനൊന്നും നിന്നില്ല. ഇതിനു മുന്നേ പണ്ട് ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു മുയലിനെ വളർത്താൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പം മുയലിനെ വാങ്ങാന്നൊക്കെ ഉള്ള തീരുമാനത്തിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതൊക്കെ അപ്പിട്ടാ വൃത്തിയാക്കേണ്ടത്. അങ്ങനെ ആ ആഗ്രഹം തന്നെ അങ്ങ് പോയി കിട്ടിട്ടോ. എന്നാൽ കാണാനൊക്കെ ഭയങ്കര ക്യൂട്ടാണ്, നമ്മളിങ്ങനെ ഡോൾസ് ഒക്കെ പോലെ ഉണ്ടല്ലോ അല്ലേ. ഇവിടെ പിന്നെ ഈ ഒരു മാൻമെയ്ഡ് സെറ്റപ്പ് ആയതുകൊണ്ട് മൊത്തത്തിൽ ഇവർ പറ്റുന്നിടത്തൊക്കെ കുറേ പച്ചപ്പ് വെച്ച് പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. കുറേ ചെടികളായിട്ടും കുറേ മരങ്ങളായിട്ടും ഈവൻ വാഴ പോലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിതൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടു കിടക്കായിരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു സംഭവം പെട്ടത്. ബയോളജി പഠിച്ച എല്ലാവർക്കും അറിയും പിക്ചർ പ്ലാന്റ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ബുക്കിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനം നേരിട്ട് കണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയ്യൊക്കെ ഇട്ട് നോക്കിട്ടെ ഞാനും കൊടുങ്ങണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, ഇൻസെക്ട്സിന് മാത്രമേ അവർ കൊടുക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഒരു മാൻമെയ്ഡ് സെറ്റപ്പാണ്, ഒക്കെ ഇവർ ഉണ്ടാക്കിയെടുത്ത് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇറങ്ങി നടക്കാൻ നല്ല രസമാട്ടോ. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി നാട്ടിൽ കൂടെയൊക്കെ നടക്കണ പോലെ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ കോണ്ടിനെന്റ് ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കണ്ട കുഞ്ഞു പിള്ളേർ പിക്നിക്കിന് വന്നേക്കാണ്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഏഷ്യ വേറെ, ആഫ്രിക്ക വേറെ, അങ്ങനെ ഓരോ കോണ്ടിനെന്റ് അനുസരിച്ച് ഇവരിങ്ങനെ തിരിച്ചിട്ട് എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് ഡോറൊക്കെ വെച്ച് ആ ഡോറ് കൂടെ കയറി പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ കയറി എത്തിയ പോലെയുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഫുള്ള് കാട് ഒക്കെ, നല്ല വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെയും നല്ല നല്ല ബേർഡ്സിനെയും ഫ്ലമിംഗ് ബേർഡ്സിനെയൊക്കെ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. ഇത്രയും നേരം നടന്നതൊക്കെ മുതലായി എന്നുള്ളൊരു തോന്നല്. സംഭവം ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫുള്ളൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിങ്ങനെ ഇന്ന് നല്ല തണുപ്പ് തോന്നിയൊരു ദിവസമായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നില്ലേ. കാറ്റുണ്ടായിട്ട് ഇങ്ങനെ ഫോണൊക്കെ ഇളകുന്ന പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു കുറേ ബേർഡ്സിന് ഫുഡ് വെക്കുന്നുണ്ട്. ഫീഡിങ് ടൈം ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വന്ന് തിന്നണ കാണാൻ തന്നെ ഒരു രസം. ഞാനാകെ കോഴികൾ ഇങ്ങനെ കൊത്തിപ്പറക്കുന്നതേ കണ്ടിട്ടുള്ളൂ, കോഴിയല്ലേ കാക്ക. ഇതൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ നിൽക്കുമ്പോൾ അതൊരു ഭംഗി, കളർഫുൾ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്. പിന്നെ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഹാപ്പിനെസ്. പിന്നെ ഇവിടെ ആരെന്ത് കണ്ടാലും ഇങ്ങനെ കുറേ പേര് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ പോലെയൊക്കെ തന്നെ ഞാനും ഇങ്ങനെ എന്തെങ്കിലും കൗതുകം തോന്നിയാൽ അതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി കുറേയൊക്കെ പിന്നെ ഞാൻ എടുക്കാതെ അങ്ങ് വിട്ടുകയും ചെയ്തു. ഓരോന്ന് കയറി ഇറങ്ങുമ്പോഴേക്കും ഭയങ്കര ടയേർഡായി. കുറേ വെറൈറ്റി ബേർഡ്സുകളൊക്കെ തന്നെ അവിടെ കാണാനുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവരും ഇതിൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ഒരു രസം. ഞാനിങ്ങനെ തൂവൽ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരു തൂവൽ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മിക്കവാറും കോഴിക്കളെ തൂവൽ എടുത്താണ്ട് കളർ അടിച്ചും അല്ലെങ്കിൽ അതിനൊക്കെ പേര് മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ താഴെയൊന്നും കിടക്കുന്ന കണ്ടില്ല. കിട്ടുകയാണെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയേ, പക്ഷെ ഒന്നും കണ്ടില്ല. ഇവര് ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അതേ ഒരു കുഞ്ഞിക്കുറുക്ക് സാധനം ഓടി നടക്കുന്ന നോക്കിയേ. ഇങ്ങനെ ഇവരിങ്ങനെ ഓടുന്നതും കളിക്കുന്നതൊക്കെ തന്നെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അധികം ഇവരെ ടച്ച് ചെയ്യാനൊന്നും സമ്മതിക്കൂല കേട്ടോ. അപ്പം ഞാനിവിടെ 2 ഇണപ്പക്ഷികളെയും കൂടെ കണ്ടേ. അതൊക്കെ കണ്ടേ എടുക്കാനുള്ളൊരു ഹാപ്പിനെസ് തന്നെ ഉള്ളൂ. പിന്നെ എയർപോർട്ടിന്റെ അടുത്തായിരുന്നു, കോബി എയർപോർട്ടിന്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പം ഞാൻ വന്നിറങ്ങുന്ന സമയത്ത് ഇനി ഇതൊന്നും കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ സൂല് പോയത് കാരണമാണ് ഇവിടെയും കൂടെ ഒന്ന് കയറാന്ന് തോന്നിയത്. ഇവിടെ ആനിമൽ കിങ്ഡം എന്നാണ് പറയുന്നത്. എന്തായാലും ഉള്ളതൊക്കെ കാണാൻ ഭംഗിയുണ്ട്. പിന്നെ രാത്രിയിലത്തത് മാത്രമായിട്ടില്ല സെപ്പറേറ്റ് ജീവികളെയും കൂടെ ഇവരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കണ്ട സാധനമാണ് കേട്ടോ ഈനാമ്പേച്ചി. അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനൊക്കെ കയറി കേട്ടോ. അപ്പോഴേക്കും ഒരു വിധമായിട്ടുണ്ട്. ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിനി. പിന്നെ ഞാൻ ഫ്ലൈറ്റൊക്കെ കയറി ടോക്കിയോയിൽ എത്തിയിട്ടോ. ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. നാളെ തിരിച്ച് നാട്ടിലേക്ക് പോരാനുള്ള പ്ലാനിലാണ്. അപ്പം ഇതാണ് ടോക്കിയോ.